ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഭാരത സർക്കാരിന്റെ മഹാരത്ന പദവിയുള്ള ഒരു പൊതുമേഖലാ എണ്ണ കമ്പനിയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കോർപ്പറേഷൻ മുംബൈയിലും കൊച്ചിയിലുമായി 2 വലിയ റിഫൈനറികൾ പ്രവർത്തിപ്പിക്കുന്നു. ഭാരതത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് ഇത്. 2016 ഫോർച്യൂൺ തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനുകളുടെ പട്ടികയനുസരിച്ച് 342 സ്ഥാനത്താണ് ഭാരത് പെട്രോളിയം. General information. Technical performance. Share holding. Promoter 52.98%. Public 9.73%. FII 15.04%. Important ratio. Net profit 25,793. Earning per share 126.08. Ratio 35.51. Technical level. All time high 370. 52 weeks high 370. Last week high 344. സ്റ്റോക്ക് പ്രകടനം. BPCL സ്റ്റോക്ക് കഴിഞ്ഞ വർഷം 100% നേട്ടമുണ്ടാക്കി ശക്തമായി പ്രവർത്തിക്കുന്നു. അടുത്തിടെ ആഗോള ക്രൂഡ് ഓയിൽ വില കുറയുന്നതും റിഫൈനിംഗ് മാർജിനുകളുടെ വർധനവും ഉൾപ്പെടെയുള്ള അനുകൂലമായ വിപണി സാഹചര്യങ്ങളാൽ സ്റ്റോക്ക് 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. BPCLന്റെ സ്റ്റോക്ക് നിഫ്റ്റി 50 പോലെയുള്ള വിശാലമായ സൂചികകളെ മറികടന്നു. കഴിഞ്ഞ വർഷം 110% വരുമാനം നൽകി. നിഫ്റ്റിയിലെ 30% വർധനയുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇത് 23%-ത്തിലധികം നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഓഹരിയുടെ മൂല്യം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. ഇതിന്റെ പ്രധാന കാരണം വിപണിയിലെ എതിരാളികളെക്കാൾ നല്ല മാർജിനുകളും നല്ല മാനേജ്മെന്റുമാണ്. അതുപോലെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 20% കുറഞ്ഞതും BPCL പോലുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഗുണപരമായിരിക്കുന്നു, കാരണം ഇത് അവരുടെ ലാഭക്ഷമതയാണ്. എണ്ണവില കുറഞ്ഞതോടെ BPCL ഓഹരികൾക്ക് 7% നേട്ടം. സാമ്പത്തിക വളർച്ചയ്ക്കും ഉയർന്ന US ഉൽപ്പാദനത്തിനും ഇടയിൽ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞതിനാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓഹരികൾ 7%-ത്തിലധികം നേട്ടമുണ്ടാക്കി. ക്രൂഡ് ഓയിൽ വിലയിടിവിന്റെ ഗണ്യമായ ഗുണഭോക്താക്കളാണ് എണ്ണ വിപണന കമ്പനികൾ. അവരുടെ വരുമാനം പ്രാഥമികമായി 2 വിഭാഗങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു: ശുദ്ധീകരണവും വിപണനവും. റിഫൈനിംഗ് വിഭാഗത്തിൽ ക്രൂഡ് ഓയിൽ പെട്രോൾ, ഡീസൽ, ജെറ്റ് ഇന്ധനം തുടങ്ങിയ മൂല്യവത്തായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് ഉൾപ്പെടുന്നു. അതേസമയം മാർക്കറ്റിംഗ് വിഭാഗം ഈ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലും വിൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. BPCLും മറ്റ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളും കഴിഞ്ഞ 28 മാസമായി പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റമില്ലാതെ നിലനിർത്തി. തൽഫലമായി എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളും റിഫൈനിംഗ് മാർജിനുകളും ഇപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് മാർജിനുകളെ അടുത്ത് സ്വാധീനിക്കുന്നു. എണ്ണവില കുറയുകയും ആഗോള റിഫൈനിംഗ് മാർജിൻ വീണ്ടെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സാഹചര്യം എണ്ണ വിപണന കമ്പനികൾക്ക് അനുകൂലമാണ്. ഒരു ഹോൾഡ് സ്റ്റോക്ക് കോളും ഉയർന്ന ഡിവിഡൻഡ് ഈൽഡും ഉള്ളതിനാൽ BPCL നിക്ഷേപകർക്ക് ഒരു മികച്ച ഓപ്ഷനാണ്. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ആഗോള ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ 20% ഇടിവ് പോലെയുള്ള അനുകൂലമായ വിപണി സാഹചര്യങ്ങളാൽ ശുദ്ധീകരണ മാർജിനുകൾ വർദ്ധിപ്പിച്ചതിനാൽ BPCLന്റെ ഓഹരികൾ കഴിഞ്ഞ വർഷം 100% ഉയർന്നു. നിഫ്റ്റിയുടെ 30%-മായി താരതമ്യം ചെയ്യുമ്പോൾ 110% റിട്ടേൺ നൽകി നിഫ്റ്റി 50യെ മറികടന്നു. ശക്തമായ മാർജിനുകളും കാര്യക്ഷമമായ മാനേജ്മെന്റും കാരണം നിക്ഷേപകർ ബുള്ളിഷ് ആയി തുടരുന്നു. BPCLന്റെ ശുദ്ധീകരണ, വിപണന വിഭാഗങ്ങൾ കുറഞ്ഞ ഇൻപുട്ട് ചെലവിൽ നിന്ന് പ്രയോജനം നേടുന്നത് തുടരുന്നു. ഇത് കമ്പനിയെ സുസ്ഥിരമായ വളർച്ചയ്ക്കായി സ്ഥാപിക്കുന്നു. Thank you.